സുനിൽ വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുനിൽ പത്തനംതിട്ട. വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, അതുപോലെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ലോക്സഭാ മണ്ഡലമായ കാസർഗോഡ് മണ്ഡലത്തെ പറ്റിയാണ്. കാസർഗോഡ് കർണാടക സംസ്ഥാനത്തോട് അതിർത്തി പങ്കിടുന്ന ഒരു മണ്ഡലമാണ്. സപ്തഭാഷ സംഗമഭൂമി എന്നാണ് കാസർഗോഡിനെ വിശേഷിപ്പിക്കുന്നത്. മലയാളത്തിന് പുറമെ കന്നഡ, തുളു, മറാഠി, ഹിന്ദി, കൊങ്ങിണി, ബ്യാരി, മറാഠി എന്നീ ഭാഷ സംസാരിക്കുന്നവരെയും ഇവിടെ കാണാൻ സാധിക്കും. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം പൊതുവെ ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള മണ്ഡലമാണ്. AKജിയുടെ മരുമകൻ പി കരുണാകരൻ വർഷങ്ങളായി MP ആയിരുന്ന മണ്ഡലം കൂടിയാണ് ഇത്. 1957ലെയും 62ലെയും 67ലെയും ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ CPMൻ്റെ മുതിർന്ന നേതാവ് ശ്രീ AK ഗോപാലൻ ജയിച്ച മണ്ഡലം കൂടിയാണ് കാസർഗോഡ്. 1971ലും 77ലും കടന്നപ്പള്ളി രാമചന്ദ്രനും 1984ൽ I രാമറേയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിച്ച് വിജയിച്ചതൊഴിച്ചാൽ ബാക്കി തിരഞ്ഞെടുപ്പുകളിലെല്ലാം CPMൻ്റെ സ്ഥാനാർത്ഥികളാണ് ഇവിടെ ജയിച്ചു വന്നിട്ടുള്ളത്. 2004ലും 2009ലും 2014ലും CPM നേതാവ് പി കരുണാകരനായിരുന്നു ഇവിടെ നിന്നും വിജയിച്ചത്. 2019ൽ അപ്രതീക്ഷിതമായിട്ടാണ് കൊല്ലംകാരനായ രാജ്മോഹൻ ഉണ്ണിത്താന് കാസർഗോഡ് മത്സരിക്കാൻ നറുക്കുവീഴുന്നത്. കാസർഗോഡ് സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്ന് KPCC നേതൃത്വം ആവശ്യപ്പെട്ടപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ പോലും ആദ്യം വിശ്വാസം വന്നില്ല എന്നാണ് അദ്ദേഹം പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പണ്ട് കോടിയേരിക്കെതിരെ 2006ൽ തലശ്ശേരിയിൽ മത്സരിച്ച് പരാജയപ്പെട്ടതിൻ്റെ ഓർമ്മകൾ ഉണ്ണിത്താനെ അലട്ടിയിരുന്നു. അന്ന് 10,055 വോട്ടുകൾക്കാണ് കോടിയേരിയോട് പരാജയപ്പെട്ടത്. കൊല്ലം ജില്ലയിലെ കിള്ളികൊല്ലൂർ ആണ് ഉണ്ണിത്താൻ്റെ സ്വദേശം. KPCC വക്താവായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 2019ലെ തിരഞ്ഞെടുപ്പിൽ ശബരിമല യുവതീ പ്രവേശന വിഷയം അലയടിച്ച ഒരു പശ്ചാത്തലം കൂടിയുള്ള ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. അന്ന് ഉണ്ണിത്താൻ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോൾ അതിഗംഭീരമായ സ്വീകരണമാണ് ലഭിച്ചത്. പിന്നീട് അദ്ദേഹം കാസർഗോട്ടുകാരുടെ പ്രിയപ്പെട്ട ഉണ്ണിച്ചയായി മാറി. 2019ലെ തിരഞ്ഞെടുപ്പിൽ രാജ്മോഹൻ ഉണ്ണിത്താന് എതിരായി മത്സരിച്ചത് CPM നേതാവ് ശ്രീ സതീഷ് ചന്ദ്രനാണ്. പക്ഷെങ്കിൽ സതീഷ് ചന്ദ്രൻ 40,438 വോട്ടുകൾക്ക് തോറ്റുപോയി. അദ്ദേഹം CPMൻ്റെ മുൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ആയിരുന്നു. BJP സ്ഥാനാർത്ഥി രവീശ തന്ത്രി കുണ്ടാർ അന്ന് 1,76,049 വോട്ടുകൾ സമാഹരിച്ചിരുന്നു. ഇത്തവണയും CPMൻ്റെ പുതിയ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയാണ് രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ മത്സരിക്കുന്നത്. അത് മറ്റാരുമല്ല, സഖാവ് MP ബാലകൃഷ്ണൻ തന്നെയാണ്. NDA മുന്നണിക്ക് വേണ്ടി BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ML അശ്വിനി എന്ന വനിതാ നേതാവാണ്. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ എന്നീ മണ്ഡലങ്ങളും കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, കല്യാശ്ശേരി മണ്ഡലങ്ങളും ചേർന്നതാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം. ഇതിൽ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങൾ UDFൻ്റെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ MLAമാരാണുള്ളത്. ഇവിടെ BJP ആണ് രണ്ടാമത്തെ കക്ഷിയായി വരുന്നത്. ബാക്കി 5ഇടത്തും CPM ആണ് വിജയിച്ചിട്ടുള്ളത്. CPMന് വളരെ ശക്തിയുള്ള മണ്ഡലമാണ് കാസർഗോഡ്. പക്ഷെങ്കിൽ മുസ്ലിം ലീഗിനും ഈ മണ്ഡലത്തിൽ നല്ല സ്വാധീനമുണ്ട്. BJPക്കും മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ മണ്ഡലങ്ങളിൽ നല്ല സ്വാധീനമുണ്ട്. ഉണ്ണിത്താൻ കാസർഗോഡ് വന്ന് തൻ്റെ സ്വതസിദ്ധമായ കുറി മായ്ച്ചു കളഞ്ഞു. കയ്യിലെ കറുത്ത ചരടും പൊട്ടിച്ചു കളഞ്ഞു. ഇപ്പോൾ കാസർഗോഡുകാരുടെ പ്രിയപ്പെട്ട ഉണ്ണിച്ചയാണ്. കാസർഗോഡുകാർ ഇക്കയ്ക്ക് പകരം സ്നേഹത്തോടെ ഇച്ച എന്നാണ് വിളിക്കാറുള്ളത്. ഇപ്പോൾ ഉണ്ണിത്താൻ തനി കാസർഗോട്ടുകാരനായി മാറിക്കഴിഞ്ഞു. തന്നെയുമല്ല, കാസർഗോട്ടെ ജനകീയ നേതാവാകാനും അവിടുത്തെ ജനങ്ങളുടെ ജനഹൃദയങ്ങളിൽ ഇടം പിടിക്കാനും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉണ്ണിത്താന് സാധിച്ചിട്ടുമുണ്ട്.
ഇപ്പോൾ നടക്കുന്ന ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ഹമാസിൻ്റെ പക്ഷം പിടിച്ച് സംസാരിച്ച് കാസർഗോട്ടുകാരെ അദ്ദേഹം സന്തോഷിപ്പിച്ചിരുന്നു. തന്നെയുമല്ല, ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ തൂക്കിക്കൊല്ലണോ എന്നുവരെ ഉണ്ണിത്താൻ തട്ടിവിട്ടു. ഇസ്രയേൽ സർക്കാർ അറിയാഞ്ഞത് ഉണ്ണിത്താൻ്റെ ഭാഗ്യമാണെന്ന് വേണമെങ്കിൽ പറയാം. 2015 ഉണ്ണിത്താനെ KPCCയുടെ സെക്രട്ടറിയായി നിയമിച്ചിരുന്നു. 2016 തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ CPM സ്ഥാനാർത്ഥി J. മേഴ്സിക്കുട്ടി അമ്മയോട് പരാജയപ്പെട്ടു. പക്ഷെങ്കിൽ 30,460 വോട്ടുകൾക്ക് തോൽക്കാനായിരുന്നു വിധി. ഇടതുമുന്നണി സ്ഥാനാർത്ഥി ശ്രീ MB ബാലകൃഷ്ണൻ കാസർകോട്ടെ CPMൻ്റെ വലിയ നേതാവാണെങ്കിലും രാജ്മോഹൻ ഉണ്ണിത്താനെ മറികടക്കാൻ കഴിയുമോ എന്ന് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. 2019 ഇടതുമുന്നണി സ്ഥാനാർത്ഥി KB സതീഷ് ചന്ദ്രൻ ഇതിനേക്കാട്ടിലും പ്രഗത്ഭനായ സ്ഥാനാർത്ഥിയായിരുന്നു. പക്ഷെങ്കിൽ തോൽക്കാനായിരുന്നു വിധി. BJPയുടെ വനിതാ സ്ഥാനാർത്ഥി ശ്രീമതി ML അശ്വിനി മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയാണ്. മഞ്ചേശ്വരം, കാസർഗോഡ്, മറ്റ് മണ്ഡലങ്ങളിലും നല്ല സ്വാധീനമുണ്ട് BJPക്ക്. 2019 കൂടുതൽ വോട്ടുകൾ BJP സമാഹരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മുസ്ലിം ലീഗിന് കാസർഗോഡിലെ 7 മണ്ഡലങ്ങളിലും നിർണായക സ്വാധീനമുണ്ട്. ഈ വോട്ടുകൾ ഉണ്ണിത്താന് തന്നെ ലഭിക്കാനാണ് സാധ്യത. മണ്ഡലത്തിലെ ജനസംഖ്യ അനുപാതം നോക്കിയാൽ 56% ഹിന്ദു ജനസംഖ്യയാണ്, 37% മുസ്ലിം വോട്ടർമാരുണ്ട്, 6% ക്രിസ്ത്യൻ വോട്ടർമാരും ഇവിടെയുണ്ട്. 2019 80.65% വോട്ടിംഗ് പെർസെൻറ്റേജ് ആയിരുന്നു കാസർഗോട്ടെ പോളിംഗ്. ഇത്തവണ അത് 74.28% കുറഞ്ഞിട്ടുമുണ്ട്. 3 മുന്നണികളും അതിശക്തമായ പ്രചാരണ പോരാട്ടമാണ് ഇവിടെ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു മത്സര ഫലം കൂടിയായിരിക്കും കാസർഗോഡ് മണ്ഡലത്തിലേത്. 2024 തിരഞ്ഞെടുപ്പിലും UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ വിജയിക്കുമെന്ന് നമുക്ക് വേണമെങ്കിൽ പ്രവചിക്കാം. കാരണം രണ്ടാം പിണറായി ഭരണത്തോട് കേരളത്തിലെ ജനങ്ങൾക്ക് ഉള്ള വെറുപ്പ് അത് വോട്ടിങ്ങിൽ പ്രതിഫലിക്കുമെന്ന് നമുക്ക് തീർച്ചയായും ഈ അവസരത്തിൽ കരുതാം. അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരുടെ വോട്ടുകളും അതുകൂടാതെ മുസ്ലിം ലീഗുകാരുടെ കുറച്ച് വോട്ടുകളും അതുപോലെ തന്നെ CPMകാരുടെ വോട്ടുകളും ഉണ്ണിത്താന് ലഭിക്കും. ഇടതുമുന്നണി സ്ഥാനാർത്ഥി ശ്രീ ബാലകൃഷ്ണൻ ഉണ്ണിത്താനെ വെല്ലുവിളി ഉയർത്താൻ പോകുന്ന ഒരു സ്ഥാനാർത്ഥിയാണെന്ന് നമുക്ക് കരുതാൻ ഇത്തവണത്തിൽ കഴിയില്ല. പ്രേക്ഷകർ പ്രത്യേകം ഓർക്കുക, ഇത് ഒരു പ്രവചനം മാത്രമാണ്. മണ്ഡലത്തിൽ നിന്നും കിട്ടുന്ന ഫീഡ്ബാക്ക് അനുസരിച്ചാണ് നമ്മളൊരു നിഗമനത്തിലെത്തുന്നത്. 10% മുതൽ 20% വരെ മാറ്റങ്ങൾ ഈ പ്രവചനങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാൽ തന്നെയും 2024 തെരഞ്ഞെടുപ്പിലും രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ കാസർഗോഡ് മണ്ഡലത്തിൽ നിന്നും വിജയിക്കുമെന്ന് നമുക്ക് അനുമാനിക്കാം. അതിശക്തമായ പോരാട്ടമാണ് കാസർഗോഡ് മണ്ഡലത്തിൽ നടന്നത്. മറ്റൊരു അപ്ഡേറ്റുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.